പിക്കാക്സ് മൗണ്ടൻ. ഇസ്രായേൽ പറയുന്നത് ഇറാൻ തൻ്റെ ഏറ്റവും രഹസ്യമായ ആണവ സൗകര്യങ്ങൾ ഈ മലയുടെ അടിയിലേക്ക് മാറ്റിയിരിക്കാമെന്നാണ്. അത് ശരിയാണെങ്കിൽ അമേരിക്കയ്ക്ക് ശരിക്കും ഈ മല തകർക്കാനാകുമോ? ഇറാനിലെ നേറ്റൻസ് ആണവ സമുച്ചയത്തിന് സമീപമുള്ള ഒരു മല. നേറ്റൻസ് ഇതിനു മുമ്പും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ മലയുടെ അടിയിൽ പുതിയ ഭൂഗർഭ സൗകര്യം നിർമ്മിച്ച് ഇറാൻ തൻ്റെ യുറേനിയം എൻറിച്ച്മെൻറ്റിനു വേണ്ടി ഉപയോഗിക്കുന്ന ചില സെൻട്രിഫ്യൂജുകൾ ഇവിടെ മാറ്റിയിരിക്കാമെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. ഇറാൻ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ മലയെയാണ്. സാധാരണ ബോംബുകൾ ഭൂമിയിൽ പതിച്ച ഉടൻ പൊട്ടും. അവയുടെ ആഘാതം കൂടുതലും ഉപരിതലത്തിലായിരിക്കും. പക്ഷേ മലയുടെ അടിയിൽ നൂറുകണക്കിന് മീറ്റർ താഴെ ഒരു കേന്ദ്രമുണ്ടെങ്കിൽ ആ പാറ തന്നെയാണ് വലിയ കവചം. സ്ഫോടനത്തിൻ്റെ വലിയൊരു ഭാഗം പാറ തന്നെ ആഗിരണം ചെയ്യും. അതുകൊണ്ടാണ് ഇത്തരം ലക്ഷ്യങ്ങൾക്കായി അമേരിക്ക പ്രത്യേക ബോംബ് വികസിപ്പിച്ചത്. ഈ ബോംബിൻ്റെ പേര് GBU-57 മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ അഥവാ ബങ്കർ ബസ്റ്റർ എന്നാണ്. ഏകദേശം 14 ടൺ ഭാരം. ഇത് സാധാരണ ബോംബ് പോലെ മുകളിലല്ല പൊട്ടുന്നത്. ആദ്യം പാറയിലേക്ക് ഇടിച്ചു കയറും. അതിനുശേഷം മാത്രമാണ് പൊട്ടുന്നത്. ഈ ബോംബ് വഹിക്കാൻ കഴിയുന്ന ഏക വിമാനം അമേരിക്കയുടെ B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ ആണ്. 2025 ഇറാനിലെ ഫോർഡോ ആണവ കേന്ദ്രത്തിനെതിരെയാണ് ഈ ബോംബ് ആദ്യമായി യുദ്ധത്തിൽ ഉപയോഗിച്ചത്. ഫോർഡോ മലയുടെ അടിയിലായിരുന്നു. എന്നിട്ടും അമേരിക്ക അവിടെ തുടർച്ചയായി 12 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കേണ്ടി വന്നു. അമേരിക്കൻ ഉദ്യോഗസ്ഥർ വലിയ നാശനഷ്ടമുണ്ടായെന്ന് പറഞ്ഞു. പക്ഷേ സ്വതന്ത്ര വിലയിരുത്തലുകൾ പറയുന്നത് ആക്രമണം ഇറാന്റെ പദ്ധതി വൈകിപ്പിച്ചു എങ്കിലും പൂർണ്ണമായി അവസാനിപ്പിച്ചില്ല എന്നാണ്. ഇപ്പോൾ പ്രശ്നം പിക്കാക്സ് മൗണ്ടൻ ഫോർഡോവിനേക്കാൾ ആഴത്തിലായിരിക്കാമെന്നാണ് പല വിദഗ്ധരുടെയും വിലയിരുത്തൽ. ഈ മല സാധാരണ മണ്ണല്ല. പ്രധാനമായും കട്ടിയുള്ള അഗ്നിപർവ്വത പാറകളാണ്. ഇത്തരം പാറകൾ തുരന്നു കയറുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ചില വിദഗ്ധർ പറയുന്നത് അമേരിക്കയുടെ ലക്ഷ്യം മലയുടെ ഉള്ളിലെ മുഴുവൻ കേന്ദ്രവും നശിപ്പിക്കുക എന്നല്ല, പകരം പ്രവേശന കവാടങ്ങൾ തകർക്കുക, വൈദ്യുതി ബന്ധങ്ങൾ വിച്ഛേദിക്കുക, വായുസഞ്ചാര സംവിധാനം നശിപ്പിക്കുക, അങ്ങനെ ആണവ പദ്ധതി വർഷങ്ങളോളം വൈകിപ്പിക്കുക. ഈ മലയുടെ അടിയിൽ യഥാർത്ഥത്തിൽ എന്തുണ്ടെന്ന് ലോകത്തിന് ഇപ്പോഴും ഉറപ്പില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇറാന്റെ ഏറ്റവും വലിയ സുരക്ഷാ കവചം ഈ മല തന്നെയാണ്. ഇനി ചോദ്യം, ഈ മല അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ബോംബുകളേക്കാൾ ശക്തമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലോകവീക്ഷണം സബ്സ്ക്രൈബ് ചെയ്യൂ.